ഓം. വൈദികമായ കർമ്മയോഗം, യോഗം, സന്യാസം എന്നൊക്കെ താദർത്ഥ്യം കൊണ്ട് ഉപചരിക്കപ്പെടുന്നു. താദർത്ഥ്യം എന്ന് പറഞ്ഞാൽ പരമമായ യോഗത്തിലേക്ക് അഥവാ സന്യാസത്തിലേക്ക് നയിക്കുന്നു എന്നതുകൊണ്ട്, തദർത്ഥത കൊണ്ട്, അതിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് കർമ്മയോഗത്തെയും സന്യാസം, യോഗം എന്നൊക്കെ പറയുന്നു. അതെങ്ങനെയാ താദർത്ഥ്യം? മനസ്സിലായില്ല. പറയുന്നു, സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. സന്യാസഃ തു മഹാബാഹോ ദുഃഖം ആപ്തും അയോഗതഃ യോഗയുക്തഃ മുനിഃ ബ്രഹ്മ ന ചിരേണ അധിഗച്ഛതി എന്ന് ഛേദം. ഹേ മഹാബാഹോ, അല്ലയോ മഹാബാഹുവായിട്ടുള്ളവനെ, ഇടയ്ക്കിടയ്ക്ക് പേര് വിളിക്കും ഉപദേശിക്കുമ്പോൾ. അധിക ശ്ലോകങ്ങളിലും പേര് വിളിക്കുന്നുണ്ട് അർജുനനെ. ചില ശ്ലോകങ്ങളിൽ രണ്ടുപേരൊക്കെ വിളിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പേര് വിളിക്കും. എന്താത്? ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. ആര്യനായാലും ഇപ്പോൾ എന്തൊക്കെ മറ്റ് വ്യവഹാരങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത്, ഇല്ലേ? ഒരു പണിയില്ലാണ്ട് ഇവിടെ വന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ലല്ലേ. എന്തെങ്കിലുമൊക്കെ പണിയുള്ളത് മാറ്റി വെച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പം ഇത് പഠിക്കണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് വന്നത്. എന്നാലും ഒന്നങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയില്ലേ? ഇല്ല. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് പായസവും ഇല്ലേ, പായസം, സാമാന്യം നല്ല അളവ് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടാണ് വന്നിരിക്കുക. അതെ, കറികളൊക്കെ വളരെ നന്നായിരുന്നു. അപ്പം എന്തുണ്ട്, അറിയാണ്ട് എന്താ ഉണ്ടായത്? അപ്പം എന്താ ഉണ്ടായത്? ആകെ പ്രശ്നം. ഒരു സെക്കൻഡ് മതി, മുഴുവൻ പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പേര് വിളിച്ചാൽ ആളെ ആകർഷിക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് പേര് വിളിക്കണം. ആ വിളിക്കണ പേര് ഒരു പ്രോത്സാഹനം നൽകുന്ന പേരായാൽ നന്നായി. പ്രോത്സാഹനം നൽകുന്ന പേര്. വിവരം കേട്ടോനെ, നിനക്കൊന്നും മനസ്സിലാവില്ല. ഇവിടെ ഒരിക്കലൊരു ഒരു ഒരു പഠന പരിപാടി വെച്ചു ഇവിടെ. അപ്പോൾ അത് ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്, യുവജനങ്ങളെ ഉദ്ദേശിച്ചിട്ട്. അപ്പോൾ യുവജനങ്ങളെ സംഘടിപ്പിക്കാൻ എത്ര പണിയുണ്ട് ആശ്രമത്തിൽ. ഇവിടുത്തെ കൊളത്തൂരത്തെ ചെറുപ്പക്കാരും വേറെ പലരും വളരെ പരിശ്രമിച്ചിട്ടാണ് 19 ചെറുപ്പക്കാർ ക്ലാസ്സിന് തയ്യാറായിട്ട്. വലിയ സന്തോഷം. അങ്ങനെ ക്ലാസ് എടുക്കാൻ വന്ന ആൾ തുടങ്ങാട്ടോ, നിങ്ങൾക്കൊന്നും ഒരു വസ്തു മനസ്സിലാവില്ല, വിവരം കെട്ടവർ, ഇന്നത്തെ കുട്ടികൾക്കൊരു ശ്രദ്ധ ഇല്ല, ഒന്നിനും കൊള്ളാത്തവരാണ്. ഇനി അയാൾ എന്ത് അമൃതത്വം ഉപദേശിച്ചാൽ കുട്ടികൾ കേൾക്കുമോ? കേൾക്കില്ല. തുടക്കത്തിൽ തന്നെ അകറ്റിക്കളഞ്ഞു. അതിന് വരെ മിടുക്കന്മാരെ, നല്ല നിങ്ങളെപ്പോലത്തെ മക്കളെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ
അവരെ ആകർഷിക്കാൻ പറ്റും. ഇത് തുടക്കത്തിൽ തന്നെ അകറ്റി. പിന്നെ അദ്ദേഹം പിറ്റത്തെ ദിവസം വന്നപ്പോൾ ഒരു കുട്ടിയില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, സ്വാമി എടാ നിങ്ങൾ ആരും വന്നേച്ചാൽ മോശമല്ലേ, ഇങ്ങനെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളല്ലേ ഇദ്ദേഹം ഒരു വലിയൊരു എൻജിനീയറിംഗ് കോളേജിലത്തെ റിട്ടയർഡ് പ്രൊഫസറാണ്, അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ക്ലാസ് എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ആരും ഇല്ലാച്ച എന്തൊരു മോശം ആശ്രമത്തിനല്ലേ. അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞു, സ്വാമിക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇരുന്ന് കൊടുക്കാം, സ്വാമിക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇരുന്ന് കൊടുക്കാം. അതെ, അതുകൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പം വികൃതി ആയിട്ടുള്ള ആളെ വികൃതി എന്ന് വിളിച്ചിട്ട് ഒരു പ്രയോജനമില്ല. വികൃതി ആയിട്ടുള്ള മിടുക്കാന്ന് വിളിച്ചാൽ ഒരു പ്രയോജനമുണ്ട്. അതെ, അപ്പം പ്രേരകമായ പ്രോത്സാഹനകരമായ പേര് വേണം വിളിക്കുക. അതാണ് ഭഗവാൻ എല്ലായിടത്തും വിളിക്കുന്നത്. ഹേ മഹാബാഹോ, ഹേ ധനഞ്ജയ, ഹേ ഭാരത, ഹേ ഗുഡാകേശ, ഒക്കെ നല്ല നല്ല പേരുകൾ. ഒന്നുപോലും നിരുത്സാഹപ്പെടുത്തുന്ന പേരില്ല. അത് ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ എന്താ വിളിക്കുന്നത്? ഹേ മഹാബാഹോ, ആയ് വലിയ കൈക്കരുത്തോട് കൂടിയവൻ, നിൻ്റെയൊക്കെ ശക്തി എന്താ? അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖം ഇല്ലേ? അതെ, അത് സുഖമാണ്. ഹേ മഹാബാഹോ, സന്യാസഹാത്തു, സന്യാസമാകട്ടെ അയോഗതഃ, യോഗം കൂടാതെ ദുഃഖം ആപ്തും, ആപ്തും ദുഃഖമേവ, നേടാൻ ക്ലേശം തന്നെയാണ്. യോഗം കൂടാതെ സന്യാസം അസാധ്യം തന്നെ. അത് ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് സ്വാമി ഇവിടെ ആരെങ്കിലും സന്യാസിയായി സ്വീകരിക്കുകയാണെങ്കിൽ ആദ്യം ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് സന്യാസ യോഗം ഉണ്ടോയെന്ന് നോക്കണം. എന്നാൽ സന്യാസ യോഗം ഉണ്ടോയെന്ന് ജ്യോത്സ്യർ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ സന്യാസ മാർഗത്തിലേക്ക് എടുക്കാൻ പാടുള്ളൂ. അതെ, അങ്ങനുണ്ട്. ഇതിനേക്കാൾ നേരം പോക്കുണ്ട്. ഇതിനേക്കാൾ വലിയ നേരം പോക്ക് എന്താ വെച്ചാൽ, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാർ വരും, ഒരു താലം, അതിൽ കുറേ പഴം, അതിൻ്റെ മുകളിൽ ഒരു 101 റുപ്യ, പിന്നെ ഒരു എന്തെങ്കിലുമൊക്കെ ചില വെറ്റില, അടയ്ക്ക, പുകയില 100 ഒക്കെ വെച്ചിട്ട് സ്വാമീനെ ഒന്ന് വെച്ച് നമസ്കാരം ചെയ്യാനാ. ഇതിപ്പോൾ എന്തിനാ ഇപ്പോൾ വെറ്റില അടയ്ക്കൊക്കെ സന്യാസിക്ക്? പഴം കുഴപ്പമില്ല, പഴം എല്ലാവർക്കും കൊടുക്കാം, ചില്ലാനം പോക്കറ്റിലിടാം. ഇത് വെറ്റിലടക്കിയ സന്യാസിക്ക് എന്തിനാ? സന്യാസിക്ക് വെറ്റിലടക്കാൻ കൊടുക്കാൻ പാടില്ല. സന്യാസിക്ക് വെറ്റിലടക്കാൻ കൊടുക്കാൻ പാടില്ല. അതിരിക്കട്ടെ. അപ്പോൾ അത് ജ്യോത്സ്യർ പറഞ്ഞാ സ്വാമി, എന്തിന്? ഒരു സന്യാസ യോഗം ഉണ്ട്, അതൊന്നും ഇല്ലാതാക്കി തരാനാ. എടാ മഹാഭാവി, നിനക്ക് സന്യാസ യോഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമല്ലേ? ഈ വിവരം കെട്ട ജ്യോത്സ്യർ സന്യാസിൻ്റെ അടുത്താ പോയി നമസ്കരിക്കാൻ പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സന്യാസയോഗം ഇല്ലാതാക്കാൻ സന്യാസി പരിശ്രമിക്കുമോ? ഞങ്ങളെ കമ്പനിയിലേക്ക് ചെറുപ്പക്കാർ വന്നാൽ അത് സന്തോഷം എന്നല്ലേ ഞങ്ങൾ വിചാരിക്കുക, അല്ലേ? നേരെ മറിച്ച് നീ ഒരു ഗൃഹസ്ഥൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊരു സന്യാസയോഗം ഉണ്ട്, അതൊന്നും ഇല്ലാണ്ടാക്കി തരണം, അല്ലെങ്കിൽ ഒരു കല്യാണ ബ്രോക്കർ എടുത്ത് പോയിട്ട് എനിക്കൊരു സന്യാസയോഗം ഉണ്ട്, അത് ഇല്ലാണ്ടാക്കി തരണം എന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ഒരു ഫലം അതുകൊണ്ടുണ്ടാവും. സന്യാസിയുടെ അടുത്ത് സന്യാസയോഗം ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്, യോഗമില്ലാത്തവർക്ക് സന്യസിക്കാൻ പറ്റില്ല. ആ യോഗം അല്ല ഈ യോഗം, അത് വേറെ യോഗം, ഈ യോഗം വേറെ. ഇതെന്താ യോഗം? സമ്പൂർണമായ ചിത്തസംയമം. മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും തീർത്തും സ്വാധീനമായി ഏകാഗ്രമായി നിലകൊള്ളുന്നത് യോഗം. ഈ യോഗത്തിൻ്റെ വിശദീകരണം അടുത്ത അധ്യായത്തിൽ, 6-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാം. അത് അടുത്ത വർഷം അല്ലേ? അത് അടുത്ത വർഷം. ഇനി ആ ഒരു യോഗത്തിലേക്ക് എത്തിച്ചേർക്കുന്ന കർമ്മയോഗത്തെ വളരെ വിസ്തൃതമായി ഇവിടെ ഉപദേശിച്ചിട്ടുണ്ട്. യോഗ കർമ്മസു കൗശലം സമത്വം യോഗ ഉച്യതേ എന്നിത്യാദി വളരെ വിശദമായി കർമ്മയോഗത്തെ ഇവിടെ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പം ഈ യോഗത്തിലൂടെ ചിത്തശുദ്ധി നേടി, ചിത്തശുദ്ധിയിലൂടെ ഏകാഗ്രത നേടി,
ഏകാഗ്രതയിലൂടെ വിചാര സാമർഥ്യം നേടി, വിചാര സാമർഥ്യത്തിലൂടെ ശ്രവണാധികാരവും ശ്രവണവും ചെയ്ത് ക്രമികമായി മാത്രമേ പാരമാർത്ഥിക സന്യാസത്തിലേക്ക് ഉയരാൻ പറ്റൂ. അതല്ലാതെ മനസ്സും ഇന്ദ്രിയങ്ങളും അടങ്ങാതെ സന്യാസം സാധ്യമല്ല. ദുഃഖമാപ്തും, നേടാൻ ദുഃഖം തന്നെയാണ്, ക്ലേശം തന്നെയാണ്, അസാധ്യമാണ്. അതുകൊണ്ട് ഹേ അർജുന, നീ ആദ്യം യോഗിയാവൂ. നീ ആദ്യം നിന്റെ കർമ്മം ചെയ്യൂ. നീ സന്യാസിയാണെന്ന് പറഞ്ഞിട്ട് കർമ്മം ഉപേക്ഷിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. നീ നിന്റെ കർമ്മം ചെയ്യൂ. നിന്നിൽ നിക്ഷിപ്തമായ കർമ്മത്തെ ഈശ്വരാർപ്പണ ഭാവത്തോടു കൂടി ചെയ്യൂ. അങ്ങനെ ക്രമികമായി നിനക്ക് സന്യാസപഥത്തിലേക്ക് ഉയരാം. അതാ പറയണത്, യോഗയുക്ത മുനി, യോഗയുക്തനായ മുനി, യോഗയുക്തനായ മുനി, തീർത്തും ചിത്തസംയമം ചെയ്തിരിക്കുന്ന മുനി, മുനി മനനശീലൻ, സത്യത്തെക്കുറിച്ച് സദാ മനനം ചെയ്യുന്നവനാണ് മുനി. അപ്പൊ യോഗയുക്തനായ മുനി ന ചിരേണ, ഒട്ടും താമസമില്ല, വളരെ പെട്ടെന്ന് തന്നെ ബ്രഹ്മ അധിഗച്ഛതി, ബ്രഹ്മപ്രാപ്തനാകുന്നു, ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഈ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോയിട്ട് ബ്രഹ്മത്തെ പ്രാപിക്കണോ? ചോദ്യം. അവിടെ പറയുന്നുണ്ട് ആചാര്യസ്വാമികൾ, ഇവിടെ ഈ മറ്റൊരു സ്ഥലത്ത് ഭാഷ്യത്തിൽ അവഗതിരേവ ഗതി എന്ന്, അവഗതിരേവ ഗതി. അവിടെ ഗതി ബ്രഹ്മത്തിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞ അർത്ഥം അറിയുക എന്നാണ്. കിട്ടുക, ബ്രഹ്മത്തെ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിയുക. അല്ലാണ്ട് കിട്ടേണ്ട വസ്തു അല്ല ബ്രഹ്മം, പോയി പ്രാപിക്കേണ്ട വസ്തു അല്ല ബ്രഹ്മം. ശ്രദ്ധിക്കുക. അവഗതി പറഞ്ഞാൽ അറിയുക. അവഗതിരേവ ഗതി, അവഗതിയാണ് അറിവ്, ഗതി. അല്ലാണ്ട് ബ്രഹ്മത്തിലേക്ക് ഗതിയില്ല. ഇപ്പൊ പ്രാപ്തി എന്നൊക്കെ പറയുന്നുണ്ട്, പ്രാപിക്കുക, പ്രാപിക്കുക. ഈ പ്രാപിക്കുക പറഞ്ഞ ബ്രഹ്മത്തിലേക്ക് പ്രാപിക്കുക, ബ്രഹ്മപ്രാപ്തനാവുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെ പോയി നേടാനില്ല, എവിടെയും പോയി ഒന്നും നേടണ്ട. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ പറയണത് എങ്ങനെയാ? അവിടെ മനസ്സിലാക്കേണ്ടത്, അന്യമായി ധരിച്ചു വിക്ഷേപത്തെ കൊണ്ടും ആവരണത്തെ കൊണ്ടും അറിയാതെ പോയി, വിക്ഷേപാവരണങ്ങൾ നീങ്ങിയപ്പോൾ അറിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പൊ കിട്ടി. പ്രസിദ്ധമായ ഒരു ദൃഷ്ടാന്തം ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ പല സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. കണ്ഠജാമീകര പ്രാപ്തിവത് എന്ന്. കണ്ഠജാമീകര പ്രാപ്തിവത്. ജാമീകരം എന്ന് പറഞ്ഞാൽ നെക്ലേസ്. നെക്ലേസ് ഇടാറില്ലേ? കൂട്ടത്തിൽ തന്നെ പല ആൾക്കാർക്കും ഉണ്ടാവും. പാരൂട്ടില്ല കേട്ടോ, പാരൂട്ടില്ല. പൊതുവെ പലർക്കും ഉണ്ടാവും നെക്ലേസ്. ഇല്ല, ഈ കൂടെ തന്നെ പലർക്കും ഇല്ലേ? ഉണ്ടാവും. ഉള്ളവരൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ, സമീപിക്കാലോ. ചിലർ പറഞ്ഞുണ്ടായിരുന്നു എന്നാണ്. ശരി. അപ്പം ഈ നെക്ലേസ് ഇടുന്നവർക്കറിയാം അവർ ദിവസം ഇടില്ല എന്നുള്ളത്. ദിവസം ഇടലുണ്ടോ? ഇല്ല. ഇത് പൊതുവേ ഇടില്ല. എപ്പോഴാണ് ഇടുക? വല്ല കല്യാണത്തിനോ മരണത്തിനോ ഒക്കെ പോകുമ്പോഴാണ്, അല്ലേ? നാലാൾ കൂടുന്നിടത്തേക്ക് പോകുമ്പോഴാണ് ഇടുക. അല്ലാണ്ട് എന്തിനാ? എന്താ സത്യമല്ലേ? അയ്യോ, നാലാൾ കൂടുന്നിടത്തന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അപ്പോഴാണ് ഇടുക. അപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. അവിടെ നോക്കി, ഇവിടെ നോക്കി, എല്ലായിടത്തും വെച്ചെടുത്ത് എല്ലായിടത്തും നോക്കി, ഇല്ല. അപ്പൊ സംശയമായി. ആരെ? വീട്ടിലെ മറ്റേ ആളെ സംശയമായി. അയാളായിട്ട് എടുത്ത് കൊണ്ടുപോയി വിറ്റിട്ടുണ്ടാവുമോ? പണയം വെച്ചിട്ടുണ്ടാവുമോ? കഴിഞ്ഞ ദിവസം അയാൾ പാട്ടേ പാടി ഞാൻ കേട്ടതാണ്, എൻ കൺമണിക്ക് എന്തിനാഭരണം, അല്ലേ, സന്ധ്യയ്ക്ക് എന്തിനു സിന്ദൂരം എന്നൊക്കെ കേട്ടതാണ്. അപ്പോൾ അന്നേ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്, എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന്. അങ്ങനെ അയാളെ അടക്കം സംശയിച്ചു. അപ്പോഴാണ് മകള് ചോദിക്കണത്, എന്താ അമ്മേ നോക്കി നടക്കണത്?
മാറ് മാല കാണുന്നില്ല, കഴുത്തിലതാ. ഓ ഇവിടെ ഉണ്ടില്ലേ, ഓ കിട്ടി. ഉടനെ എന്താ വിളിച്ചു പറയണത്? മാല ഇവിടെ ഉണ്ടെന്നാണോ വിളിച്ചു പറയുക? അല്ല, നെക്ലേസ് കിട്ടി, വേഗം പോവുക, തിരക്കിട്ട് പോകണം, അല്ലെങ്കിൽ ശവം എടുത്തു പോകും, അതിന് മുമ്പ് അവിടെ എത്തണം, അല്ലേ? അതാണ് വേഗം പോവുക, അതാണ്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചേ? നെക്ലേസ് കിട്ടി. ആദ്യം പോയിരുന്നോ? പോയിരുന്നോ? ഇല്ല. എന്നാ പോയിരുന്നില്ലേ? പോയിരുന്നു. പോയതുകൊണ്ടാണല്ലോ അന്വേഷണം നടന്നത്. അപ്പൊ ഉള്ളതായ വസ്തുവെ നിത്യോപലബ്ധി സ്വരൂപമായ, നിത്യവും ഉപലബ്ധി സ്വരൂപമായ തന്നെ വിസ്മരിച്ചു. എന്നിട്ട് അവിടെ എവിടെ നോക്കി നടക്കുക, കിട്ടി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഈ അറിവില്ലായ്മയുടെ ആവരണത്തെ എപ്പോഴാണോ നീക്കി ദാ ഇവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാവണോ, അപ്പൊ കിട്ടി. ഇതുപോലെ അഹമേവ ബ്രഹ്മ, ഞാൻ തന്നെയാണ് പരമമായ സത്യം, എന്നിൽ നിന്ന് ഭിന്നമല്ല പരമാത്മാവ്, ഉപാധികളെ കൊണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചതാണ് എന്ന ബോധം എപ്പോഴാണോ പ്രകാശിക്കുന്നത്, അപ്പോ ബ്രഹ്മാധിഗച്ഛതി, ബ്രഹ്മത്തെ പ്രാപിക്കും. ഈ അവഗതിയാണ് ഗതി. വ്യക്തമാണല്ലോ പറഞ്ഞത് ഇല്ലേ? ഇങ്ങനെ യോഗയുക്തനായി കഴിഞ്ഞാൽ ഒട്ടും താമസമില്ല, ബ്രഹ്മപ്രാപ്തനാക്കും എന്നാണ് പറയുന്നത്. നോക്കൂ ഭാഷ്യം. സന്യാസഃ തു പരമാർത്ഥികഃ ദുഃഖം ആപ്തും പ്രാപ്തും അയോഗതഃ യോഗേന വിനാ. യോഗയുക്തഃ വൈദികേന കർമ്മയോഗേന ഈശ്വര സമർപ്പിതരൂപേണ ഫലനിരപേക്ഷേണ യുക്തഃ മുനിഃ മനനാദീശ്വര സ്വരൂപസ്യ മുനിഃ ബ്രഹ്മ പരമാത്മജ്ഞാനലക്ഷണത്വാത് പ്രകൃതഃ സന്യാസഃ ബ്രഹ്മ ഉച്യതേ. ന്യാസ ഇതി ബ്രഹ്മ ഹി പര ഇതി ശ്രുതേഃ. ബ്രഹ്മ പരമാർത്ഥസന്യാസം പരമാത്മജ്ഞാനനിഷ്ഠാലക്ഷണം ന ചിരേണ ക്ഷിപ്രമേവ അധിഗച്ഛതി പ്രാപ്നോതി. അതഃ മയാ ഉക്തം കർമ്മയോഗോ വിശിഷ്യതേ ഇതി. സന്യാസഃ തു പാരമാർത്ഥികഃ ദുഃഖം ആപ്തും പ്രാപ്തും അയോഗതഃ യോഗേന വിനാ. യോഗയുക്തഃ വൈദികേന കർമ്മയോഗേന ഈശ്വര സമർപ്പിതരൂപേണ ഫലനിരപേക്ഷേണ യുക്തഃ മുനിഃ മനനാത് ഈശ്വരസ്വരൂപസ്യ മുനിഃ ബ്രഹ്മ പരമാത്മജ്ഞാനലക്ഷണത്വാത് പ്രകൃതഃ സന്യാസഃ ബ്രഹ്മ ഉച്യതേ. ന്യാസ ഇതി ബ്രഹ്മ ഹി പരഃ ഇതി ശ്രുതേഃ. ബ്രഹ്മ പരമാർത്ഥസന്യാസം പരമാത്മജ്ഞാനനിഷ്ഠാലക്ഷണം ന ചിരേണ ക്ഷിപ്രമേവ അധിഗച്ഛതി പ്രാപ്നോതി. അതഃ മയാ ഉക്തം കർമ്മയോഗോ വിശിഷ്യതേ ഇതി. സന്യാസം, അവിടെ സന്യാസം എന്നുള്ളതിന് പാരമാർത്ഥിക എന്ന് പ്രത്യേകിച്ച് ഭാഷ്യകാരൻ പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ അനാത്മജ്ഞനാൽ ജ്ഞാനപ്രാപ്ത്യർത്ഥം സ്വീകരിക്കപ്പെടുന്ന കർമ്മസന്യാസം അഥവാ വിവിധിഷാസന്യാസം അല്ല ഇവിടെ. പിന്നെയോ പാരമാർത്ഥികമായ സന്യാസം, സാംഖ്യം ആത്മജ്ഞാനനിഷ്ഠ. ആ ആത്മജ്ഞാനനിഷ്ഠയിൽ സകല കർമ്മങ്ങളും തന്നെ സ്വാഭാവികമായി കൊഴിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥയാണ് പാരമാർത്ഥിക സന്യാസം. ശ്രദ്ധിക്കുക. ഈ പാരമാർത്ഥിക സന്യാസത്തെ ആപ്തും ദുഃഖം, നേടാൻ വളരെ പ്രയാസകരമാണ്, ക്ലിഷ്ടമാണ്, എളുപ്പമല്ല. പ്രാപ്തും, ആർക്ക്?
ആർക്കാ സന്യാസത്തെ നേടാൻ ദുഃഖം, ക്ലേശം? അയോഗത യോഗേന വിന, യോഗമില്ലെങ്കിൽ. അവിടെ യോഗശബ്ദം തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത്. ചിത്തവൃത്തി നിരോധമാകുന്ന യോഗം അഥവാ സമത്വമാകുന്ന യോഗം അഥവാ കർമ്മകൗശലമാകുന്ന യോഗം, അതിലൂടെ പൂർണ്ണമായി ഇന്ദ്രിയ മനസ്സുകൾ നിയന്ത്രിതമായിരിക്കുന്ന യോഗം കൂടാതെ സന്യാസം പ്രാപിക്കാൻ കഴിയില്ല. എന്നാൽ യോഗം ഉണ്ടെങ്കിലോ, അതാണ് യോഗയുക്ത, യോഗത്തോട് ചേർന്നവൻ. വൈദികേന കർമ്മയോഗേന യുക്ത, കർമ്മയോഗത്തോടൊത്തവൻ. തന്നിൽ നിക്ഷിപ്തങ്ങളായ സകല കർമ്മങ്ങളെയും ഈശ്വരാർപ്പണ ഭാവനയോടുകൂടി ചെയ്യുന്നവൻ. ഒഴിവാക്കുന്നവനല്ല, കർമ്മത്തെ ഒഴിവാക്കുന്നവനല്ല, കർമ്മത്തെ ഈശ്വരാർപ്പണ ഭാവനയോടുകൂടി അനുഷ്ഠിക്കുന്നവൻ. ഇതിലൂടെ ഞാൻ ഭഗവാനെ പൂജിക്കുകയാണ് ചെയ്യണത് എന്ന കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുന്നവൻ. അങ്ങനെയുള്ള ആള് ഈശ്വര സമർപ്പിത രൂപേണ ഫലനിരപേക്ഷേണ. ഈശ്വര സമർപ്പിത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഫലനിരപേക്ഷമാണ്. ഫലത്തെ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരാർപ്പണമായിട്ടില്ല. നമ്മൾ അർപ്പിക്കുന്നതോടുകൂടെ നമ്മുടെ അധികാരം കഴിഞ്ഞു. നമ്മുടെ അധികാരം കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഇന്നതും നമ്മൾ സങ്കല്പിക്കുന്നില്ല. സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എവിടെ അർപ്പണമുണ്ടോ അവിടെ പിന്നെ അതിൻ്റെ ഫലം ചിന്തിക്കുന്നില്ല. ഫലം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അർപ്പണം നടന്നിട്ടുമില്ല. അത് പല സ്ഥലങ്ങളിലും കാണാം. ഈ നമ്മൾ പൊതുവെ അക്ഷരത്തെ സരസ്വതി ആയിട്ടാണ് മാനിക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഒരു സംസ്കാരം. അതാണ്. അത് സംസ്കൃതം, മലയാളം, അറബി, ഹിന്ദി എന്നൊന്നും വ്യത്യാസമില്ല. ഏത് ഭാഷയായാലും അക്ഷരം സരസ്വതിയാണ്. സരസ്വതി പ്രതിരൂപമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും അക്ഷരത്തെ ചവിട്ടാറില്ല. കഷ്ടകാലത്തിന് ചവിട്ടി പോയി കഴിഞ്ഞാൽ ക്ഷമാപണ ഭാവത്തിൽ തൊട്ട് തലയിൽ വെക്കാറുണ്ട്. ഇല്ല, അങ്ങനെയല്ലേ നമ്മുടെ രീതി. ഇന്നിപ്പോൾ ചവിട്ടാൻ ഒരു മടിയില്ല ആൾക്കാർക്ക്. എന്താ ചെയ്യുക? നിലത്ത് ചവിട്ടാൻ അക്ഷരം, നിലത്ത് ചവിട്ടാൻ അക്ഷരം. നിലമൊക്കെ ടൈൽസ്, സിമെൻറ്റ് അത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറായിട്ട് വിരിക്കുക, അതിൻ്റെ മുകളിൽ കൂടെ നടക്കുകയും. വല്ല കാറൊക്കെ സർവീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമ്പോൾ അതിൻ്റെ മുകളിൽ അക്ഷരമൊക്കെ ഉള്ളതിലാണ് ചവിട്ടാൻ വേണ്ടി. വയ്യ, കുഴപ്പമില്ല. അതൊക്കെ പോട്ടെ, അമ്പലങ്ങളിലുണ്ട് പ്രദക്ഷിണ വഴികൾ. ലംബോദരൻ നായരുടെയും ദാക്ഷായണി അമ്മയുടെയും സ്മരണാർത്ഥം മക്കള് കേശവനും ദാമോദരനും ഗായത്രിയും അവളും ഇവളും എല്ലാം കൂടി ഒരു ലിസ്റ്റ് പേരുണ്ടാവും. എല്ലാം കൂടി കല്ല് നിറച്ചും വെക്കും. ഇത് ചവിട്ടാണ്ട് മനുഷ്യൻ നടക്കാൻ പറ്റില്ല. ഉണ്ട്. എത്ര സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്? ഇല്ല, ഉണ്ട്. അത് ചവിട്ടണം, ചവിട്ടാണ്ട് നിവൃത്തിയില്ല. അതിലാണ് എഴുതി വെച്ചുള്ളത്. ഒരിക്കലും നമ്മളൊരു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് വിളിച്ചു. അപ്പോൾ ശിവക്ഷേത്ര അവിടെ പോയി നോക്കി. പോയപ്പോൾ വലിയ ഗേറ്റിൻ്റെ മുകളിൽ രവീന്ദ്രൻ വക എന്ന് വലുതാക്കി എഴുതിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ശിവക്ഷേത്ര എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ വകാന്ന് ചെറുതായിട്ടേ ഉള്ളൂ, രവീന്ദ്രനാ വലുതായിട്ട്. ഇതിപ്പോൾ രവീന്ദ്രൻ്റെ ക്ഷേത്രമാണല്ലോ, അത് നിങ്ങൾ ആദ്യം പറഞ്ഞ ശിവക്ഷേത്ര എന്നാണല്ലോ, ഇതെന്താപ്പോൾ അത്? അപ്പോൾ അയാൾ വലിയൊരു പൈസക്കാരനാണ് നാട്ടിലെ. നമുക്കെന്ത് വേണം? ആരായാലും നമുക്കെല്ലാം കണക്ക് തന്നെ. അയാൾ പൈസക്കാരനാണെങ്കിൽ അയാൾക്ക് കൊള്ളാം, നമുക്കെന്ത് കൊള്ളാം? ഇതിപ്പോൾ ശിവക്ഷേത്ര എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ്റെ ക്ഷേത്രമാണല്ലോ. നല്ല കാലത്തിന് അയാൾ കൂടെ ഉണ്ടായിരുന്നു. അയാൾ നല്ല മനുഷ്യനാണ്. അയാൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി. പിറ്റേന്ന് തന്നെ അയാളത് നീക്കം ചെയ്യിച്ചു, ആ എഴുത്ത്. കാരണം നമുക്ക് ചെയ്യുന്നതിനേക്കാൾ പ്രധാനം ഞാൻ ചെയ്തു എന്ന് അറിയിക്കുകയാണ്. അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതില്ല. അതുണ്ടെങ്കിലോട്ട് അർപ്പണം നടന്നിട്ടില്ല. അപ്പം ഈശ്വരനെ അർപ്പിച്ചു വെച്ചാൽ
അതിൻ്റെ കർത്തൃത്വം നമുക്കുണ്ടോ? പിന്നെ അതിൻ്റെ ഫലകാമന പിന്നെ നമുക്കുണ്ടോ? ഇല്ല. ഇതാണ് കർമ്മയോഗം നേടിയെടുക്കാനുള്ള മാർഗം. ഈശ്വരാർപ്പണ ഭാവം, ഫലനിരപേക്ഷേണ. ശ്രദ്ധിക്കുക. യുക്തനായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള മുനി മുനി മനനാത് ഈശ്വര സ്വരൂപസ്യ മുനി. ഈശ്വര സ്വരൂപത്തെ നിരന്തരം മനനം ചെയ്യുന്നവനാരോ അവൻ മുനി. ശ്രദ്ധിക്കുക. മുനി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വേറെ ചിത്രങ്ങളൊക്കെ വരും, ഇല്ല? എന്തൊക്കെയാ വരിക? ഒരു നീണ്ട താടി, ഒരു മെലിഞ്ഞ ദേഹം, ഇനി അങ്ങോട്ട് മെലിയാൻ പാടില്ല, ഒരു വടീൻ്റെ മുകളിൽ അങ്ങനെ ഉണ്ടാവില്ലേ, ജട ഉണ്ടാവും, ജട നിർബന്ധം, പിന്നെ ഒരു വടീൻ്റെ മുകളിൽ കൈ വെച്ചിരിക്കണം, ഒരു വെള്ളപാത്രം വേണം, ഒരു തോല് അതും വേണം. ഇതൊന്നും നമ്മളെ ജീവിതമായിട്ടൊരു ബന്ധമില്ല എന്നാണ് നമുക്ക് തോന്നണത്. അങ്ങനത്തെ കുറേ ചിത്രങ്ങളെ താലോലിക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ ദോഷം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമുക്ക് വേണ്ടതൊന്നും അല്ല. അതൊക്കെ ചില പ്രത്യേക ആൾക്കാർക്കുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടതല്ല, മറ്റ് തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടവർക്ക് വേണ്ടതല്ല, ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിന് യോജിക്കുന്നതല്ല എന്നൊക്കെ അറിയാതെ നമുക്കണ്ട് തോന്നിപ്പോവുക അങ്ങനത്തെ ചിത്രങ്ങളെ കാണുമ്പോൾ. അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ട കാലമായി. അതുകൊണ്ട് മുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ചിത്രങ്ങളൊക്കെ വരച്ചോളൂ. നല്ല പാൻസും ഷർട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല ധ്യാനിച്ചിരിക്കുന്ന രൂപങ്ങൾ പ്രചരിപ്പിക്കുക. എന്തുകൊണ്ട് പറ്റില്ല? സന്യാസിമാർ മാത്രമേ പറ്റുള്ളൂ? അങ്ങനത്തെ ധ്യാനമഗ്നരായിരിക്കുന്നവരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കണം. നമ്മൾ പല സ്ഥലത്ത് പറഞ്ഞു അത്. ഇപ്പോൾ ധാരാളം പരസ്യങ്ങൾ അങ്ങനെ കാണുന്നുണ്ട്, ഈ യോഗ ആശയങ്ങളൊക്കെ ആയിട്ട് പ്രചരിപ്പിച്ചിട്ട്. ഉണ്ടോ? നല്ലതാണ്, അത് വേണം. വേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് തോന്നും ഇതൊക്കെ പ്രായോഗിക ജീവിതമായിട്ടൊരു ബന്ധമില്ലാത്ത എന്തോ കാട്ടിലേറിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഉള്ളതാണിതെന്ന് തോന്നും. അത് മാറ്റേണ്ടത് കർത്തവ്യമാണ്. സമൂഹത്തിലെ എല്ലാ തുറകളിൽപ്പെട്ടവർക്കും വേണ്ടതാണെന്ന ഭാവന വരുത്തണം. ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് മുനി എന്ന് പറഞ്ഞാൽ ഈ ബാഹ്യമായ ഒന്നുമല്ല, പിന്നെന്താണ്? മനനാത് ഈശ്വര സ്വരൂപസ്യ. ഈശ്വര സ്വരൂപത്തെ മനനം ചെയ്യുന്ന ആളാരോ അയാളാകുന്നു മുനി. അയാൾ ബ്രഹ്മ പരമാത്മജ്ഞാനലക്ഷണത്വാത് പ്രകൃത സന്യാസ ബ്രഹ്മ ഉച്യതേ. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ ബ്രഹ്മം എന്നുള്ളതിന് സന്യാസം എന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥം ബ്രഹ്മം എന്ന് തന്നെയാണ്. അത് മറക്കരുത്, അത് വേണം, അത് മാറ്റിക്കളയരുത്, അത് ശരിയാണ്. എന്നാൽ ഭാഷ്യകാരൻ പറഞ്ഞത് സന്യാസമാണ് ബ്രഹ്മം എന്നാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സന്യാസം. പരമാത്മജ്ഞാനലക്ഷണമായതുകൊണ്ട് പാരമാർത്ഥിക സന്യാസത്തെ ബ്രഹ്മം എന്ന് പറയുന്നു. അത് തോന്നിയോണം നിങ്ങൾ അർത്ഥം കൽപ്പിക്കുകയാണോ? ചോദ്യം. തോന്നിയോണം അർത്ഥം കൽപ്പിക്കുക? തോന്നിയോണല്ല, വേദത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ന്യാസ ഇതി ബ്രഹ്മ ബ്രഹ്മ ഹി പര. യജുർവേദീയമായ മഹാനാരായണ ഉപനിഷത്തിൽ വ്യക്തമായി പറയുകയാണ് ന്യാസ ഇതി ബ്രഹ്മ, സന്യാസം ബ്രഹ്മമാണ്. പോരെ? ആചാര്യസ്വാമികൾ ഒന്നുപോലും തോന്നിയോണം പറയില്ല. എന്ത് പറയുന്നുണ്ടെങ്കിലും അതിന് ശ്രുതി സ്മൃതി ന്യായങ്ങളുടെ പിൻബലം ഉണ്ടാവും. അപ്പൊ സന്യാസമാണ് ബ്രഹ്മം. ആ സന്യാസത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മ പരമാർത്ഥ സന്യാസം, പരമാത്മജ്ഞാനനിഷ്ഠാലക്ഷണം, പരമാത്മജ്ഞാനനിഷ്ഠാലക്ഷണമായ പരമാർത്ഥ സന്യാസത്തെ ശ്രദ്ധിക്കുക. പരമാത്മജ്ഞാനനിഷ്ഠാലക്ഷണമായ പരമാർത്ഥ സന്യാസത്തെ പ്രാപിക്കുന്നു. എപ്പോ? നചിരേണ, ഒട്ടും താമസമില്ല, ക്ഷിപ്രമേവ, പെട്ടെന്ന് തന്നെ സന്യാസത്തെ പ്രാപിക്കുന്നു. അധിഗച്ഛതി പ്രാപ്നോതി. നേരത്തെ പറഞ്ഞ അർത്ഥം മറക്കരുതേ. നേരത്തെ പറഞ്ഞത് ബ്രഹ്മം എന്നുള്ള അർത്ഥമാണ്, പരമാത്മാവ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പരമാത്മാവിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിയുന്നു, തൻ്റെ സ്വരൂപം പരമാത്മ സ്വരൂപമാണെന്ന് അറിയുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത്. അതങ്ങനെ തന്നെ വെക്കുക. ഇവിടെ പറയണു സന്യാസത്തെ പ്രാപിക്കുന്നു. അതഹ മയാ ഉക്തം കർമ്മയോഗ വിശിഷ്യതേ. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്
കർമ്മയോഗം ശ്രേഷ്ഠമാണ്. നിനക്ക് ഏറ്റവും യുക്തമായിട്ടുള്ളത് കർമ്മയോഗമാണെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതാണ് വിഷയം. ഇങ്ങനെയുള്ള പാരമാർത്ഥികമായ സമ്യക് ദർശനത്തെ നേടാൻ വേണ്ടി യോഗയുക്തനാകണം. എന്താ ചെയ്യേണ്ടത്? അതാണ് അടുത്ത ശ്ലോകം